പാനൂരിലെ വിഷ്ണുപ്രിയ വധക്കേസിൽ പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനാണെന്ന് കോടതി. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി തിങ്കളാഴ്ച ശിക്ഷ വിധിക്കും. പ്രണയപ്പകയെ തുടർന്ന് വിഷ്ണുപ്രിയയെ പ്രതി വീട്ടിൽ കയറി കഴുത്തറത്തു കൊലപ്പെടുത്തുകയായിരുന്നു. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. പ്രോസിക്യൂഷൻ നിരത്തിയ ശാസ്ത്രീയ തെളിവുകളും സാക്ഷിമൊഴികളും കോടതി അംഗീകരിച്ചു. ശിക്ഷാവിധിയിൽ പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ കേട്ട കോടതി വിധി പ്രസ്താവം തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. അപൂർവങ്ങളിൽ അപൂർവമായ ക്രൂര കൊലപാതകമെന്നും വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള വിധി സമൂഹത്തിനുള്ള സന്ദേശമാകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഈ പ്രതി മൃഗീയമായ കൊലപാതകം വെറും ഒരു കൊലപാതകമല്ല. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക്, ടീനേജ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇത്തരം പ്രതികളുടെ മുമ്പിൽ ഒരിക്കലും പണയം വെക്കാൻ പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പ്രോസിക്യൂഷനുള്ളത്. പ്രതിയുടെ പ്രായം പരിഗണിക്കണമെന്ന് പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടു. 2022 ഒക്ടോബർ 22-നായിരുന്നു പാനൂർ വള്ളിയായി സ്വദേശിനിയായ 23-കാരി വിഷ്ണുപ്രിയയെ പ്രതി ശ്യാംജിത്ത് പട്ടാപ്പകൽ വീട്ടിൽ കയറി കഴുത്തറുത്തു കൊലപ്പെടുത്തിയത്. പ്രണയം തകർന്നതിന്റെ പകയിലായിരുന്നു വിപുലമായ ആസൂത്രണത്തോടെയുള്ള ക്രൂരമായ കൊലപാതകം. കൊല നടത്താനായി എത്തിയ പ്രതിയെ വീഡിയോ കോളിലൂടെ കണ്ട വിഷ്ണുപ്രിയയുടെ പൊന്നാനി സ്വദേശിയായ ആൺസുഹൃത്തിന്റെ മൊഴി നിർണായകമായി. പ്രതി ആയുധം വാങ്ങിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. വിഷ്ണുപ്രിയയുടെ ശരീരത്തിൽ 29 മുറിവുകൾ ഏറ്റിരുന്നു. കഴുത്ത് 75% അറ്റുതൂങ്ങി. ഇക്കാര്യങ്ങൾ കുറ്റകൃത്യത്തിന്റെ ക്രൂരത വെളിവാക്കുന്നതെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. 24 കണ്ണൂർ.